Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു നാമൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതി തല വാളെടുത്തിടണം, തന്നെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പ്രയർ ദ ഗ്രേറ്റസ്റ്റ് മീൻസ് ഓഫ് സാൽവേഷൻ. വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥനയാണ്. അവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തിനോടുള്ള സംഭാഷണമാണ്. അങ്ങനെ ആ സുഹൃത്തുമായി നമ്മളൊരാത്മബന്ധത്തിലാകുന്നു. അവനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത വിധം അത്രമേൽ അടുപ്പം പ്രാർത്ഥന നമ്മളിൽ രൂപീകരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവുമായി ഒരാത്മബന്ധം സ്വീകരിച്ച ഒരു പറ്റം യുവജനങ്ങളാണ് ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്തിൽ നമ്മോടൊപ്പമുള്ളത്. ലെറ്റ്സ് വെൽക്കം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബൈഡ് യൂത്ത് മിനിസ്ട്രി. Christ in you. കയ്യൊരു കപ്പെടുത്ത് സ്വർലോകം നോക്കി ഡും 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 കൊട്ടിപ്പാടിടാം. കയ്യൊരു കപ്പെടുത്ത് സ്വർലോകം നോക്കി ഡും 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 കൊട്ടിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം. ജിൽ 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 പട 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 ജിൽ 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 പട 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 ജിൽ 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 പട 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 ജിൽ 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 പട പട പട. തന്താനോ തന്താനോ നൃത്തമാടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ സ്വന്തമാക്കി. സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ സ്വന്തമാക്കി. കുഴലൂതി പാടിടാ കിന്നരങ്ങൾ വീട്ടിടാം. കുഴലൂതി പാടിടാ കിന്നരങ്ങൾ വീട്ടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. കപ്പെടുത്ത് സ്വർലോകം നോക്കി ഡും 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 കൊട്ടിപ്പാടിടാം. കയ്യിലൊരു കപ്പെടുത്ത് സ്വർലോകം നോക്കി ഡും 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 കൊട്ടിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം. ജിൽ 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 പട 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 ജിൽ 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 പട 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 ജിൽ 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 പട 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 ജിൽ 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 പട പട പട. തന്താനോ തന്താനോ നൃത്തമാടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. തന്താനോ തന്താനോ നൃത്തമാടിടാം. Christ in you. കാരുണ്യവാനായ
സർവശക്തനായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിനെ പ്രതി ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇപ്പോൾ വചനം വായിക്കാൻ പോകുന്ന ആ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ വ്യക്തിയെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ. നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ദൈവവചനത്തിനായി കാതോർക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ഈശോയെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനെ പ്രതി ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കപട്യ നാട്ടുകാരെ പോലെ പ്രാർത്ഥിക്കരുത്, നിഷ്കളങ്ക ഹൃദയരായി പ്രാർത്ഥിക്കണം എന്ന്. ഈശോയെ, അതിനുള്ളൊരു കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നിമിഷം നൽകണമേ. പ്രാർത്ഥനയാകുന്ന ലഹരി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കണമേ. ഈശോയെ, പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകാൻ സാധിക്കാത്ത എല്ലാ യുവതി യുവാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ ഈശോയെ, പ്രാർത്ഥനയുടെ ലഹരി ആ മക്കളിലും നിറയാനിടയാകട്ടെ. ആമേൻ. വിശ്വാസം വഴി യേശു വസിക്കട്ടെ എൻ ഹൃദയത്തിൽ. കർത്താവായി യേശുവിനെ എൻ ഹൃദയത്തിൽ പൂജിക്കട്ടെ. മാത്രം സംവരണം ചെയ്യും ഞാൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിതാ ഞങ്ങൾ ഉയർത്തി അങ്ങിലേക്കുയർത്തി അങ്ങയുടെ സ്നേഹം സ്വീകരിക്കാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥന ഒരു പ്രഹസനമാകാതെ പ്രാർത്ഥന ദൈവസ്നേഹ പ്രകാശനമാക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിന്നെ സ്നേഹിച്ചവനെ അംഗീകാരം
ചങ്കൂടണയ്ക്കാൻ അണയു പ്രിയനെ അങ്ങിക്കായി ഞാൻ ദാഹിച്ചിടുന്നു. അങ്ങേ സന്തോഷം എന്നിൽ വസിപ്പാൻ എൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ നിൻ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുവാൻ സ്നേഹിക്കാൻ കൽപ്പന നൽകി നീ സ്നേഹസാഗരമാം യേശുവേ ഞാനൊരു തുള്ളിയായി നിന്നെ അലിയട്ടെ. സ്നേഹസാഗരമാം യേശുവേ ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. ചങ്ക് തന്ന് സ്നേഹിച്ചവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചങ്കോട് ചേരുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവനുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച ഒരു യൂത്ത് ഐക്കൺ ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ കഥ നമ്മോട് പറയാനെത്തുക അമലാണ്. അമലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാനിപ്പോൾ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2023 ആദ്യമായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതം മറിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെരുമ്പാവൂർ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്താണ് എബേഡിനെ കുറിച്ച് അറിയുന്നത്. ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്താണ് എബേഡ് 71, എന്താണ് യുവജന ധ്യാനം. അതെനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായത് ധ്യാനം കൂടിയ സമയത്തായിരുന്നു. താല്പര്യമില്ലാതാണ് വന്നെങ്കിൽ പോലും ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ എങ്ങനെ പിടിച്ചു നിന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറയാനോ ഒന്ന് കാല് മാറ്റി ചവിട്ടാനോ പറയുമ്പോൾ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ആ ധ്യാനത്തിലൂടെ എൻ്റെ ജീവിതം മറിയുമെന്ന് പിശാചിന് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഓരോ ദിവസവും ഞാൻ കയ്യിൽ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ധ്യാനം കഴിഞ്ഞ് പഴയതുപോലെ ലോഹമോഹങ്ങളിൽപ്പെട്ട് ജീവിതം ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് 1-ാം പ്രമാണത്തിന് എതിരായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ദൈവത്തിനേക്കാളും സ്ഥാനം എൻ്റെ ജീവിതത്തിൽ താരങ്ങളോടായിരുന്നു. MS ധോണിയോടും മമ്മൂട്ടിയോടൊക്കെ ആയിരുന്നു താരങ്ങൾ. എനിക്ക് കൂടുതലും സ്പോർട്സിനോടാണ് കമ്പം. ക്രിക്കറ്റൊക്കെ വരുമ്പോഴും ഞാൻ മണിക്കൂറോളം ടിവിയുടെ മുമ്പിൽ ചിലവഴിക്കാറുണ്ട്. പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ ജപമാല ചെല്ലുന്ന സമയത്തൊക്കെ ഞാൻ പരമാവധി കിടന്നുറങ്ങാനും അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിച്ച് തിരിച്ചു വന്നായിരുന്നു എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 2023 ആഗസ്റ്റ് 1 നടന്ന എബേഡ് 71 എൻ്റെ ജീവിതത്തിൽ എന്നെ കർത്താവ് സ്പർശിക്കുന്നത്. ഫോൺ അഡിക്ഷനും സിനിമ അഡിക്ഷനൊക്കെ ആയിട്ട് നടന്ന എന്നെ കർത്താവ് ശരീരവിശുദ്ധിയിലൂടെയാണ് തിരിച്ചു കൊണ്ടിരുന്നത്. അത്ര നാളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശൂന്യമായ അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 24-ാം വയസ്സിലാണ് എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പണിച്ചൻ പറഞ്ഞു പ്രേഴ്സിനാകാൻ താല്പര്യമുള്ള കൈവെക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ശുശ്രൂഷയ്ക്ക് താല്പര്യം പോയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് ശരീരവിശുദ്ധി നൽകി ഈ ശുശ്രൂഷയിലേക്ക് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് എബേഡിൻ്റെ ഫോളോപ്പായ നൈറ്റ് വിജിലൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്. നൈറ്റ് വിജിലിന് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു മരിച്ച വീട്ടിൽ കയറി ചെല്ലുന്ന അവസ്ഥയിലൂടെ ഞാൻ ചെല്ലുന്നത്. കാരണം അത്രയ്ക്കും ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചെല്ലുമ്പോൾ വിഷമിച്ചാണ് ചെന്നുകൊണ്ടിരുന്നത്. അന്ന് ആ നൈറ്റ് വിജിൽ കൂടി ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുന്നുള്ള രീതി ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആ നൈറ്റ് വിജിൻ്റെ അവസാനം ഒരു പാട്ട് പാടുന്നത്. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോര കണ്ട് നിന്നെയും വീണ്ടെടുത്തുന്ന. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്ന് പിറ്റേ ദിവസം യാദൃശ്യം എനിക്ക് പള്ളിയിൽ പോയപ്പം അവിടെ വചനം എഴുതി വെച്ചേക്കാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, നീ എനിക്ക് വേണ്ടി ജീവിക്കാമോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എബേഡ് 71 പ്രേഴ്സിനായിട്ട് വരാണ്ട് 72 ഞാൻ പ്രേഴ്സിനായിട്ട് കടന്നു വരുന്നത്. 2023 73ാമത്തെ ധ്യാനത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിതയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് എല്ലാ എബേഡിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പ്രേക്ഷിത ചെയ്യാൻ കർത്താവിനെ ഒരുക്കി. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് 2-3 ദിവസമൊക്കെയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയുള്ള സമയത്ത് പറ്റുന്ന പോലെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ഞാൻ ഓടി വരുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാനൊരു പീഡാനുഭവ ധ്യാനം കൂടുന്നത്.
ആ ധ്യാനത്തിലൂടെയാണ് കർത്താവ് എന്നെ അവിടെ ഫുൾ ടൈമറിലേക്ക് ഒരു വിളി വരുന്നത്. ഞാനൊന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിലും സാക്ഷ്യം പറഞ്ഞ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനത് എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ വരാൻ പറ്റിയത്. ഞാനിതൊരു 3 മാസമെന്ന് പറഞ്ഞ് വന്നതായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് 1 വർഷത്തോളം കാലം എനിക്കവിടെ നിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണം എന്ന് ഓർത്ത് നിൽക്കുന്ന സമയത്താണ് പന്തക്കോസ്ത് ധ്യാനം കൂടുന്ന സമയത്താണ് കർത്താവ് പറയണത് ഒരു 2 വർഷം നിൽക്കണമെന്ന്. ഈ ഒക്ടോബർ ആയപ്പോഴത്തേനും ഞാനിപ്പോൾ 1 വർഷമായി ഫുൾ ടൈമറായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. 2026 ഒക്ടോബർ വരെയാണ് കർത്താവ് എന്നോട് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് MS ധോണിനും മമ്മൂട്ടിയോടൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഉപ്പാണിച്ചൻ പറഞ്ഞു യേശു ദൈവമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റിയത്. എൻ്റെ 24 വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈശോ ദൈവമാണെന്ന് അറിയുന്നത്. മാതാവിൻ്റെ യൗസപിതാവിൻ്റെ മകനാണെന്നറിയാം, നമുക്ക് വേണ്ടി മരിച്ചെന്നറിയാം. പക്ഷേ യേശു ദൈവമാണെന്ന് എനിക്കറിയാൻ പറ്റിയത് എബേഡ് മിനിസ്ട്രിയോടെ ആയിരുന്നു. പിന്നെ എനിക്ക് എബേഡ് മിനിസ്ട്രിയിൽ ഇത്രയും തീക്ഷ്ണമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത് പ്രേക്ഷിതരായിരുന്നു. ആദ്യം വന്ന സമയത്ത് ഉപ്പാണിച്ചൻ ആൾക്കാരെ ഈശോനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോലും എനിക്കൊരു മാറ്റമൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രേക്ഷിതർ ഞങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്തും മുട്ടയിലഴിഞ്ഞും കൈവിരിച്ച് പ്രാർത്ഥിക്കണമെന്ന് കേട്ടപ്പോൾ ചെറിയൊരു മാനസാന്തരത്തിലേക്ക് വന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ് നൈറ്റ് വിജിലൂടെയും ഹോം മിഷനിലൂടെയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് പ്രേക്ഷിതത്തിലേക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ ഈശോയെ കൂടുതലായിട്ട് അറിയാനും ശുശ്രൂഷ ചെയ്യാനും എനിക്ക് എബേഡ് മിനിസ്ട്രിയോട് സാധിച്ചു. എനിക്ക് യുവജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു യുവജനമാണെങ്കിൽ എന്തായാലും നിങ്ങൾ എബേഡിൽ വന്ന് പങ്കെടുത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് ലോകത്ത് കിട്ടാത്ത ഏറ്റവും വലിയ ലഹരിയായിരിക്കും നിങ്ങൾക്ക് എബേഡിലോട് കിട്ടുന്നത്. എബേഡിൽ നൈറ്റ് വിജിലുണ്ട്, ഹോം മിഷനുണ്ട്, പവർ കോൺഫറൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയുടെ നമുക്ക് പ്രേക്ഷിതർക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണയോടെ ശുശ്രൂഷ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. Christ in youth. കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് യുവജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരുപക്ഷെ അവരാഗ്രഹിച്ച ഒരു കാര്യം നടക്കാത്തത്, അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്ന ഒരു വെല്ലുവിളി, അവരുടെ ജീവിതത്തിലേക്ക് അവർ സ്നേഹിച്ച ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടത് ഒക്കെ ആയിരിക്കാം. ആ നിമിഷങ്ങളിൽ അവർ പ്രാർത്ഥന നിർത്തും, തമ്പുരാനോട് ചേരുന്നത് കുറയും, അവരുടെ ജീവിതത്തെ ചലഞ്ച് അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അകറ്റിക്കളയും. ശരിക്കും എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ജീവിതം ആടി ഉലയുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ ഇതാ കർത്താവ് നിനക്കൊരവസരമൊരുക്കുകയാണ്. ഇന്നീ നിമിഷം ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു യുവാവിൻ്റെ, ഒരു യുവതിയുടെ ചിത്രമുണ്ടാകാം. തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പൊഴിഞ്ഞു വീണപ്പോൾ, കൈത്തുമ്പിളിൽ നിന്ന് വെള്ളം പോലെ ജീവിതം ഊർന്നു പോയ സമയങ്ങളിൽ തമ്പുരാനെ പഴിച്ച്, ദൈവത്തെ പഴിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളുടെ ഒരാളുടെയെങ്കിലും മുഖം നമ്മുടെ മനസ്സിലുണ്ടാകാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ തമ്പുരാനിലേക്ക് നോക്കാനായിട്ട് കൂടുതലായി തമ്പുരാൻ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത പോകുന്ന എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ ഈ കരങ്ങളുടെ മറുതലയ്ക്കൽ ഒരു യുവാവുണ്ട്, ഒരു യുവതിയുണ്ട്. തമ്പുരാനോട് ചേരാൻ ആഗ്രഹിച്ച നിമിഷങ്ങളിൽ നിന്നും അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളാൽ അകറ്റപ്പെട്ടു പോയവർ. അവർ തമ്പുരാനെ തിരിച്ചറിയുവാൻ വേണ്ടി, തമ്പുരാൻ്റെ ആ സ്നേഹത്തിലേക്ക് അടുക്കുവാനായിട്ട്, ഒരു സുഹൃത്തിനെന്ന പോലെ അടുപ്പം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി അവരെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അവരുടെ ഹൃദയങ്ങളെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നന്ദി, ഹല്ലേലൂയ. ഈശോ സ്വേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, സ്തുതി, സ്തുതി, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ ആരാധന. Christ in youth. നമ്മോടിന്ന് സംവദിക്കാൻ എത്തുക ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ജോയിന്റ് ഡയറക്ടർ അച്ഛനായ ഫാദർ വക്കച്ചൻ കൊമ്പയിലാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് യുവ സുഹൃത്തുക്കളോട് ചേർന്ന്
ഇങ്ങനെ ഈ വേദിയിൽ ക്രൈസ്ത്യൻ യൂത്ത് എന്ന് പറഞ്ഞ് ഒരുമിച്ച് സംവദിക്കാനും സംഭാഷിക്കാനും ദൈവീക കാര്യങ്ങൾ ഈശോയുടെ നാമത്തിൽ എല്ലാവരോടും പറയാനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. വന്ന വഴി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, സത്യത്തിൽ എന്താണ് പ്രാർത്ഥന? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു, ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? ആർക്കെങ്കിലും ഒന്ന് സൂചിപ്പിക്കാവും? അച്ഛാ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കൊരു ഉത്തരമാണ് ഈ മനസ്സിൽ വന്നത്. അതായത് ഈശോയുമായിട്ടുള്ളൊരു ബന്ധമാണ്, ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഈശോയെ നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുമ്പോഴൊക്കെ ഈശോ നമുക്ക് റെസ്പോൺസ് തരുന്നു. പരസ്പരം സംസാരിച്ചു കൊണ്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്കൊരു കൈയടിച്ച് വളരെ സ്നേഹപൂർവ്വം നന്ദി പറയാം. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ദൈവത്തോടുള്ള അഗാധമായ ബന്ധമാണ് പ്രാർത്ഥന. താങ്ക് യു. എൻ്റെ മനസ്സിലേക്ക് ഉടനെ വരുന്നത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളാണ്. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടു, അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. സത്യത്തിൽ അങ്ങയിൽ വിലയം പ്രാപിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ്. അപ്പോൾ അത് പ്രാർത്ഥനയായി മാറുന്നു. യുവജന മതബോധന ഗ്രന്ഥം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. ദിവംഗതനായ ബെനഡിക്റ്റ് 16 പാപ്പ 2011 യുവതി യുവാക്കൾക്കായി നൽകിയ മഹത്തായ ഗ്രന്ഥമാണ് യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ്. അതിൻ്റെ 4-ാം ഭാഗം മുഴുവൻ എന്ന് പറഞ്ഞാൽ 469 ഖണ്ഡിക മുതൽ 527 ഖണ്ഡിക വരെ ചേർത്ത് വച്ചിരിക്കുന്നത് നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാമെന്ന കാര്യമാണ്. അതായത് പ്രാർത്ഥന ക്രൈസ്തവ ജീവിതത്തിൽ എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവസാന്നിധ്യ സ്മരണ എന്താണ്, പ്രാർത്ഥനയുടെ ഉറവിടങ്ങൾ എന്താണ്, പ്രാർത്ഥിക്കാനുള്ള വഴി എന്താണ്, പിന്നെ ഏറ്റവും അവസാനം കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ ചേർത്ത് വെച്ചാണ് അത് അവസാനിക്കുന്നത്. ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതെടുത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അച്ഛാ, എവിടെയൊക്കെ വെച്ച് എങ്ങനെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം? വളരെ വിശിഷ്ടമായ ചോദ്യവും അത് ബെനഡിക്റ്റ് 16 പാപ്പ നമ്മുടെ യുക്യാറ്റിൽ അല്ലെങ്കിൽ സഭയുടെ ഈ പ്രബോധന ഗ്രന്ഥത്തിൽ ഡീൽ ചെയ്യുന്നതുമായ ഒരു പരിചിന്തന വിഷയമാണ്. അത് എവിടെ വെച്ചൊക്കെ പ്രാർത്ഥിക്കാം. യാമപ്രാർത്ഥന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട്. അതായത് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിന്റെ ദൈവമായ കർത്താവിനെ നീ അനുസ്മരിക്കണം. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ശ്വാസോച്ഛ്വാസം നിലയ്ക്കാറ്? മരിക്കുമ്പോൾ മാത്രം. അപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും എന്ത് ചെയ്യുന്നോ ആ കാര്യത്തിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയും. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇനി എവിടെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചും പ്രാർത്ഥിക്കാം. പിന്നെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അതിവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. 498 ഖണ്ഡികയിലാണ് പറയുന്നത് എവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയും, എവിടെ വെച്ചും പ്രാർത്ഥിക്കാൻ കഴിയുമോ, എവിടെ വെച്ചും പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യം വിശിഷ്ടമായി ഈശോയുടെ സാന്നിധ്യമുള്ള ദേവാലയങ്ങൾ തേടി നമ്മൾ പോകാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഇരുന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥന, ഈശോയുടെ വിശിഷ്ടമായ സാന്നിധ്യമുള്ള ഇടങ്ങൾ എവിടെ വെച്ചും പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, കൊന്തയൊല്ലി പ്രാർത്ഥിക്കാം, വിശിഷ്ടമായ പ്രാർത്ഥന. ഏതൊക്കെ തരത്തിലുള്ള പ്രാർത്ഥന? പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതും ചോദിച്ചെന്തോണല്ലേ, ഏതൊക്കെ പ്രാർത്ഥനകൾ? സത്യത്തിൽ 2 തരത്തിൽ, 2-3 തരത്തിലുള്ള പ്രാർത്ഥനയായിട്ട് വിശദമായിട്ട് പറയാം. ഒന്ന് വാചിക പ്രാർത്ഥന, 2 ധ്യാന പ്രാർത്ഥന, പിന്നെ അതിഗാഠമായ പ്രാർത്ഥന. അതായത് വോക്കൽ പ്രെയർ, മെൻ്റൽ പ്രെയർ, പിന്നെ കണ്ടംപ്ലേറ്റീവ് പ്രെയർ. അതായത് വോക്കൽ പ്രെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശക്തമായ മോഡലായിട്ടാണ് കർത്താവ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇതാണ് വാചിക പ്രാർത്ഥന. പിന്നെ മെൻ്റൽ പ്രെയർ, ധ്യാനാത്മകമായ പ്രാർത്ഥന, ശാന്തമായി ദൈവത്തിൽ ലയിച്ചു ചേരുന്നത്. അതിഗാഠമായ ധ്യാന പ്രാർത്ഥനയുണ്ട്, കണ്ടംപ്ലേറ്റീവ് പ്രെയർ. ഇങ്ങനെ പോകുന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്? പ്രാർത്ഥിക്കാൻ പല വഴികളുണ്ട്.
പ്രാർത്ഥിക്കാനുള്ള പല വഴികളിലാണ്. ഇപ്പോൾ ഒന്ന് വാചിക പ്രാർത്ഥന എടുക്കാം, ധ്യാനാത്മക പ്രാർത്ഥന എടുക്കാം, പിന്നെ എത്രയോ പ്രാർത്ഥനകൾ. വാചിക പ്രാർത്ഥനകളിൽ നീണ്ടു നിരന്ന് കിടക്കുകയാണ്. ഏറ്റവും ശക്തമാണ് ജപമാല, കുരിശിൻ്റെ വഴി പ്രാർത്ഥന, നൊവേന പ്രാർത്ഥനകൾ, പിന്നെ ചെറിയ ചെറിയ പ്രാർത്ഥന. പുസ്തകങ്ങളിലൊക്കെ എന്തോരം ടൈപ്പ് പ്രാർത്ഥനകളാണ്. ഞാൻ പറയും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈശോ നാമ പ്രാർത്ഥനകൾ എടുക്കുക. ഈശോ 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 എന്ന് ആവർത്തിക്കുന്ന ശക്തമായ പ്രാർത്ഥന എത്രയോ ബലമുള്ളതാണെന്നറിയാം. അത് നമ്മുടെ ഒത്തിരി ആഴങ്ങളിലേക്ക് കൊണ്ടുവെത്തും. ഇല്ലെങ്കിൽ സിമ്പിൾ വേർഡ് ഓഫ് ഗോഡ്, വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, യോഹന്നാൻ 20:28 തോമാസ് ലീഹ ആവർത്തിച്ച ആ പ്രാർത്ഥന നമ്മളും ആവർത്തിക്കുക. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഒരു 10-20 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവാനുഭവം ശക്തമാണ്. ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. സിമ്പിളായിട്ട് കണ്ടത് ഇങ്ങനെ കുരിശ് വരയ്ക്കാം കയ്യിൽ. യുവാക്കൾക്കൊക്കെ എപ്പോഴും മനസ്സിൽ പ്രത്യേകിച്ച് വിശുദ്ധിയുടെ മേഖലയിൽ ശക്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. കുരിശ് വരച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണ്ട, കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ആരും കാണില്ല. ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്ന ടൈപ്സ് ഓഫ് പ്രെയർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഇത് നടത്തുകയാണ് നമ്മൾ, നടത്തേണ്ടവരാണ് നമ്മൾ. അതിന് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്കും നമുക്കെല്ലാവർക്കും സാധ്യതമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Christ in Youth. കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിൽ നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. അതിപ്രകാരമാണ്: തലയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുമ്പോൾ നീന്തലറിയാത്ത നീ പരിഭ്രമിച്ച് ഓടരുത്, അലമുറയിട്ട് നിലവിളിക്കരുത്. പകരം വെള്ളത്തിൽ പൊങ്ങി ഒഴുകുന്ന കുറേ തടിക്കഷ്ണങ്ങൾ ചേർത്ത്, കാട്ടുവള്ളികൾ ചേർത്ത് ഒരു ചങ്ങാടമുണ്ടാക്കുക. ആ ചങ്ങാടത്തിൽ കയറുമ്പോൾ തീരത്ത് സുഖമായി എത്തിയ ഒരാളുടെ മനസ്സായിരിക്കണം നിനക്കുണ്ടായിരിക്കേണ്ടത്. ഏറ്റവും ഒടുവിലായി തീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നീ ആ ചങ്ങാടം വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കി വിടണം. വെള്ളത്തിൽ നീന്തൽ അറിയാതെ പോകുന്ന ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാനായിട്ട് ഇത് വിട്ടു നൽകണം. അപ്പോൾ നിന്റെ മനസ്സിൽ നിസ്വാർത്ഥമായ ഒരു ആനന്ദമുണ്ടാകും. ആ ആനന്ദത്തിൽ വേണം നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രാർത്ഥന നമുക്കിങ്ങനെ ഒരു ചങ്ങാടമാണ്. തലയ്ക്ക് മുകളിൽ വെള്ളം പൊങ്ങി നിന്നപ്പോൾ അതിലൂടെ ഒഴുകി വന്ന പ്രതിസന്ധികളെ കൂട്ടിക്കെട്ടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ചങ്ങാടം. നമ്മ ഈ നിമിഷങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതത്തിൽ തലയ്ക്ക് മുകളിൽ വെള്ളം കയറി പ്രതീക്ഷകൾ അറ്റുനിന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ മാത്രം രക്ഷയ്ക്കല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. ടിൽ ദെൻ, സൈനിങ് ഓഫ്. Christ in Youth.